ഹലോ ഗായ്സ്, ചെട്ടിക്കാടൻ ബി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ പത്രങ്ങളിലും ന്യൂസിലും എല്ലാം കണ്ടതുപോലെ തന്നെ വിജയകുമാറും ഭാര്യ മീരയും മരിച്ച സംഭവം. അവർ മരിക്കാൻ കാരണം എന്തുവാ? അവർ ബംഗാളിയായിട്ടൊരു മനുഷ്യനെ അവരുടെ വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ ഒരു തെറ്റാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ അവരെ കൊലപ്പെടുത്തി അവരെ. അതിന് കാരണം ഈ ബംഗാളികളാണ്. അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂർ നിയമ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ ജിഷയും കൊലപ്പെടുത്തിയത് ബംഗാളി ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നമ്മുടെ ഈ നാട്ടിൽ ബംഗാളികളുടെ ശല്യം ദിനം വർദ്ധിച്ച് ഓരോ കൊലപാതകങ്ങളായാലും ഓരോ പീഡന കേസുകളായാലും ബലാത്സംഗ കേസുകളായാലും ദിനം പ്രതി നമ്മുടെ നാട്ടിൽ ഇത് പെരുകി വരുവാണ്. അതിനനുസരിച്ച് ഓരോ ദിവസവും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബംഗാളികൾ നമ്മുടെ കേരളത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബംഗാൾ ദേശത്താണെന്നുണ്ടെങ്കിൽ അവർ ഓരോ കർത്തവ്യങ്ങളും ഓരോ ക്രിമിനൽ കേസുകളും കാര്യങ്ങളും എല്ലാം ചെയ്തും വെച്ച് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ ഈ ക്രിമിനൽ മൈൻഡാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ഇവരെ നിയന്ത്രിച്ച് നിർത്താനും നിലനിർത്താനും നമ്മളെ കേരളക്കാർ ഓരോ മലയാളികളും വിചാരിക്കണം. ഓരോ മലയാളികളും ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. ഇനിയും ബംഗാളികളെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല. ഈ ബംഗാളികളെ ഞങ്ങളുടെ വീട്ടിൻ്റെ അതിരെ പോലും ഞങ്ങൾ ഇനിയും കയറ്റത്തില്ല. ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ ഏറ്റവും കൂടുതലും വരുന്ന ബംഗാളികളാണ്. ആ കൺസ്ട്രക്ഷൻ വർക്കിൽ അവർ വരുമ്പം അവർ നമ്മുടെ വീടുകളിൽ ഓരോ കാര്യങ്ങൾ തേപ്പിനായാലും വാർപ്പിനായാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബംഗാളികളെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ 1-2 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും ബംഗാളികൾക്ക് പണിയില്ലാതായി. അവർ പിന്നെ ഓട്ടോമാറ്റിക്കലി അവരവരുടെ നാട്ടിലോട്ട് തന്നെ പൊയ്ക്കോളും. അവർക്ക് പണിയില്ലാതെ വരുമ്പോഴത്തേക്കിന് അവരങ്ങ് നാട്ടിലോട്ട് പൊയ്ക്കോളും. ഇനിയിപ്പോൾ എന്തുകൊണ്ട് സ്വർണ്ണത്തിനൊക്കെ വില കൂടി. ഇനിയും വരാൻ പോകുന്ന കാര്യം സ്വർണ്ണത്തിനൊക്കെ വില കൂടി. ഇനിയിപ്പം വഴിയെ പോകുന്ന ഓരോരുത്തരുടെയും കഴുത്തേ കിടക്കുന്നതും കാതേ കിടക്കുന്നതും എല്ലാം ഇവന്മാരെല്ലാം പറിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയാണ് ഇനിയും അടുത്ത നാളുകളിൽ വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അത് നോക്കിയിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഈ വരുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ഒരു 10 വർഷം 12 വർഷം 15 പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, അതായത് 12-15 വർഷം പുറമോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള ഈ സ്ത്രീകളുമായാലും കുഞ്ഞുങ്ങളായാലും സന്ധ്യ ആകുമ്പോഴത്തേക്കിനും അടുത്തുള്ള പള്ളികളിൽ പോയി മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും അടുത്തുള്ള അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ ധൈര്യമായിരുന്നു മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വിടുവാനായിട്ട്. അതേസമയത്ത് ഈ വന്ന കാലത്ത് നമ്മുടെ ഒരു വളവുണ്ടെങ്കിൽ ആ വളവിൽ നിൽക്കുന്നത് ബംഗാളികൾ, അല്ലെങ്കിൽ ഒരു കലുങ്കുണ്ടെങ്കിൽ ആ കലുങ്കിലിരിക്കുന്ന ബംഗാളികൾ, അല്ലെങ്കിൽ ഒരു നാൽക്കവല ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു 4-5 കൂട്ടമായിട്ട് പലയിടത്തായിട്ടും ബംഗാളികൾ. ഇവരെല്ലാം മറികടന്ന് വേണം നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ സഹോദരിമാരായാലും ഇവർക്ക് ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഈ പള്ളികളിലും ഒക്കെ പോയി ഈ പ്രാർത്ഥിക്കാനായിട്ട് പോകാനുള്ളത്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ പണ്ടത്തെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ അപ്പുറത്തെ അയൽവക്കത്തെ ചേട്ടന്മാരായിരിക്കും, അല്ലെ അപ്പുറത്ത് നമുക്കറിയാവുന്ന പലരും ആയിരിക്കും ഇരിക്കുന്നത്. അവരുണ്ടല്ലോ, അവർ അവിടെ കാണുമല്ലോ എന്നൊരു ആശ്വാസം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ അതുകൊണ്ടൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ മുഴുവനും ബംഗാളികളായി, നമുക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ വന്ന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഇവന്മാരെയും കൊണ്ടുള്ള ഭയങ്കര ശല്യങ്ങൾ. പിന്നെ ഇതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് നമ്മൾ ഇതിനെതിരായിട്ട് നിൽക്കണം. അതായത് നമ്മുടെ വീടുകളിൽ ഒരു രീതിയിലുള്ള ഒരു പണിക്കും ബംഗാളിയെ ഉൾപ്പെടുത്താതിരിക്കുക. ബംഗാളിയെ കയറ്റുകയോ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇപ്പോഴാണെന്ന് വെച്ചാൽ അവരും പഠിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിക്ക് കൊടുക്കേണ്ട കൂലി തന്നെ ഇപ്പം ബംഗാളിക്കും ഉണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ബംഗാളിക്ക് 500 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തർ വിളിച്ച് ബംഗാളികളും കൊണ്ട് പണിയിക്കുന്നത്. ഇപ്പം ആ സ്ഥാനത്ത് ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ അവർ ചോദിച്ച് പൈസ മേടിക്കും. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ കണ്ടില്ലേ ഈ കോഴഞ്ചേരി നടന്ന സംഭവം. ഒരു ബംഗാളി സ്വന്തമായിട്ട് അവൻ്റെ അതുമെല്ലാം ബാഗും എല്ലാം ഊരി വെച്ച് റോഡങ്ങ് ഉപരോധിക്കുക, ബാരിക്കേഡ് വെച്ച് റോഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. ഇതിനൊക്കെ ചെയ്യാൻ ഇവർക്കൊക്കെ എവിടുന്ന് ഈ അധികാരം? ഇവർക്ക് മലയാളികൾക്ക് തന്നെ അത്രയ്ക്ക് കഴകം കെട്ടവരായതുകൊണ്ടാണ്.
മലയാളികൾക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്ത വെറും കഴകട്ടവന്മാരായതുകൊണ്ടാണോ ഇവന്മാരൊക്കെ ഇങ്ങനെ കയറി ഈ മലയാളികളുടെ തലയിലോട്ട് കയറുന്നത്? ഇതിനൊക്കെ ഒരു നമ്മൾ കർശനമായിട്ട് ഇതിനൊക്കെ നമ്മൾ തന്നെ എടുക്കണം. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ഹോട്ടലുകളിലും നമ്മുടെ ബാറുകളിലും ഒക്കെ ഇവന്മാരാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നതും ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ. ഹോട്ടലിൽ ഓരോ ഫുഡുകൾ ഉണ്ടാക്കുന്നതും ഷെഫായിട്ടും ഒക്കെ ഇവന്മാരാണ്, ഈ ബംഗാളികളാണ്. ഇവന്മാർ ഏത് രീതിയിലാണ് ഉണ്ടാക്കുക? പല പല ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നമ്മൾ പല പല കാര്യങ്ങൾ കാണുന്നത്. ഇവർ ഓരോന്ന് കാണിക്കുന്നതും ഇവർ തുപ്പുന്നതും. ഇന്നാളിൽ ഞാനൊരു ഇതിനകത്ത് കണ്ടു, എവിടെയാണെന്ന് അറിയത്തില്ല, അത് കേരളത്തിലല്ല, വേറെ എങ്ങാണ്ട് വലിയൊരു അലൂമിനിയം പാത്രത്തിനകത്ത് സാമ്പാറോ അങ്ങനെ ഏതാണ്ട് ഒരു ഗ്രേവി ഇരിക്കും, അതിനകത്ത് മൂത്രം ഒഴിക്കുന്നത്. ഇവനൊക്കെ തിന്നതിൻ്റെ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെയൊക്കെയാണ് നമ്മൾ ഇവർ പറയുന്ന പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. നമുക്കിതിൻ്റെ ആവശ്യമേ ഇല്ല. മനസ്സിലായി? നമ്മൾ ഈ പൈസ കൊടുത്തു വെച്ച് ഈ ബംഗാളികളുടെയൊക്കെ ഉജ്ജിഷ്ടമൊന്നും തിന്നേണ്ട കാര്യങ്ങളില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ ഇനി പുതിയൊരു ജിഷയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു മീരിയ പോലുള്ളവരും ഒക്കെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ വഴിയാകത്തുള്ളൂ. ബംഗാളി കണ്ടില്ലേ, നമ്മൾ എന്തോ ചെയ്യാൻ ആരോട് പറയാൻ? അവിടുത്തെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് ബാരിക്കേഡ്, പോലീസിൻ്റെ ഇതിരിക്കുന്നത്, പോലീസുകാരൻ നിൽക്കുന്ന ഇത് ഉള്ളത്. അത് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസുകാർ പിടിച്ചോണ്ട് പോയി കുറേ കഴിയുമ്പോൾ അവരുടെ സ്വന്തം ജാമ്യത്തിൽ തന്നെ പോലീസുകാർ വിടും. അല്ലാതെ ഈ പോലീസുകാർക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ കേരളത്തിലുള്ള നമ്മളെ ഓരോ കേരളീയരും ചിന്തിക്കണം. ഇനിയും ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ബംഗാളികൾ കാരണം ഒരാൾ പോലും ഇനി കേരളത്തിൽ ഒരാൾ പോലും മരണപ്പെടാൻ ഇനി ഇടയാകരുത് എന്നുള്ളത് തീരുമാനം നമ്മളായിട്ട് തന്നെ എടുക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനും ഇനി ബംഗാളികളെ ഉൾപ്പെടുത്തരുത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കായാലും കൃഷിയുടെ സംബന്ധമായിട്ടുള്ള കിളയ്ക്കാനോ അങ്ങനെയുള്ളതായാലും പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾക്കും ഒരു കാര്യത്തിനും നമ്മളിനി ബംഗാളികളെ നമ്മൾ ബംഗാളി എന്ന് പറയുന്നത് തെറ്റാന്നുണ്ടെങ്കിൽ അതിഥി തൊഴിലാളികളെന്ന് വേണം പറയാൻ. അതിഥി തൊഴിലാളികളെ ഒരു കാര്യത്തിനകത്തും നമ്മൾ അടുപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതാകുമ്പോൾ ഇവർ തന്നെത്താനെ അങ്ങ് ഇവരുടെ നാട്ടിലോട്ട് തന്നെ പോകുമോ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തോട്ട് പോവുകയോ ഒക്കെ ചെയ്യും. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. കേരളം തന്നെ കേരളം പിന്നെ സ്വർഗ്ഗമാണെന്ന് പറയുന്ന പോലെ ഇപ്പം കേരളീയരുടെ സ്വർഗ്ഗമല്ല കേരളം, ബംഗാളികളുടെ സ്വർഗ്ഗമാണ്. അവർക്ക് അറുമാദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും അറുമാദിച്ച് അവർക്കിവിടെ ജീവിക്കാം. അവർക്ക് തന്നെ എന്തോരം ലഹരി മരുന്നുകൾ ഓരോരുത്തരുടെയും നിന്നും പിടിക്കുന്നത്, എന്തോരം ലഹരി മരുന്നുകൾ പിടിച്ച് ഇവിടെ കൊണ്ടിട്ട് വെച്ച് അത് ആ പിടിക്കുന്ന സംഭവം എങ്ങോട്ട് പോകുന്നതൊന്നും ആർക്കും അറിയുന്നുമില്ല. പിടിച്ചത് മാത്രമേ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഈ പിടിച്ച സാധനം എങ്ങോട്ട് പോകുന്നു അതാരും കാണുന്നുമില്ല. എവിടെ കൊണ്ട് കളയുന്നു, അത് എങ്ങനെ ഡിസ്പോസിബിൾ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നുമില്ല, നമ്മളോട്ട് അറിയിക്കുന്നുമില്ല. ഈ പിടിക്കുന്ന ബംഗാളിയെ അവനെ 2 ദിവസം കഴിയുന്നുണ്ട് അത് 500 രൂപ 1000 രൂപ ഫൈൻ അടിച്ചെന്ന് വെച്ച് 1 കിലോ താഴെ ഒരു കഞ്ചാവാണെന്നുണ്ടെങ്കിൽ അവന് 500 രൂപ 1000 രൂപ അല്ലെ 5000 രൂപ ഫൈൻ അടിച്ചങ്ങ് വിടും. 1 കിലോ മേളിലുണ്ടെങ്കിൽ അത് 2 വർഷത്തേക്കൊക്കെ തടവായിട്ടൊക്കെ വിടും. അവൻ്റെ വഴിക്ക് അങ്ങ് വിടും. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളായിട്ട് ഒരു തീരുമാനം എടുത്തെന്ന് വെച്ച് ഇതിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച്, നമ്മുടെ കേരളക്കാരെല്ലാവർക്കും ഒന്നിച്ച് നിന്ന് വെച്ച് ഇതിനെതിരെ നമുക്ക് ഇരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ മനസ്സിൻ്റെ ആ വിഷമം കൊണ്ടാണ് പറഞ്ഞത്. ആ മനുഷ്യൻ ആ വിജയകുമാറും ആ മീര എന്ന് പറയുന്ന പുള്ളിക്കാരിയൊക്കെ എത്ര നാളൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്, എത്ര വർഷം അവർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരാം, നമ്മളതാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്കൊക്കെ എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യേണ്ടി വരാം. അവർക്കിപ്പോൾ അവരുടെ എല്ലാം വെറുതെ അനാപത്തായിട്ട് പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ഇതിനെതിരെ നമുക്ക് എല്ലാവർക്കും ഇതൊരു പ്രതിജ്ഞാബദ്ധമാകട്ടെ. ഓക്കെ.